Similarly, the left ventricle that gets contracts and the oxygenated blood that pump into the aorta with a great pressure because the blood has to reach the all part of the body. അപ്പം at that time അപ്പം പൾമണറി ആർട്ടറിയിൽ നിന്ന് അല്ലെ ആർട്ടറിയിലെ ബ്ലഡ് എങ്ങോട്ട് പോയി ലങ്സിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ് ലങ്സിലേക്ക് പോയത്? ഫോർ ഓക്സിജനേറ്റഡ് പർപ്പസ്, അല്ലെങ്കിൽ ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറാൻ വേണ്ടി അവിടുത്തെ എന്ത് ചെയ്തു? പൾമണറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പൾമണറി ആർട്ടറിയിൽ ഉണ്ടായിരുന്ന ബ്ലഡ് ലങ്സിലേക്ക് മൂവ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഓർ സൈമൾട്ടേനിയസ്ലി ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ദാറ്റ് മൂവ്സ് ടു the blood that moves to the aorta having a great pressure because എന്തുകൊണ്ടായിരിക്കും? the blood has to reach all part of the body. ഇപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഇരിക്കുന്ന ബ്ലഡ് ഒരു കൺട്രാക്ഷൻ മൂലം ഒരു കൺട്രാക്ഷനിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് അത് പെട്ടെന്ന് അയോട്ടയിലേക്ക് മൂവ് ചെയ്യും. അയോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ബ്ലഡ് വെസൽ, ദ ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഇൻ ദ ഹാർട്ടിലെ ലാർജസ്റ്റ് ബ്ലഡ് വെസലാണ് അയോട്ട. ആൻഡ് then the aorta that transmit the entire blood into the rest of the body parts or it reaches into the another body parts. Okay, clear? And then the semilunar valve that close with a sound when the blood in the ventricle has been pushed into the artery. ഇനി എന്തായിരിക്കും? ബാക്കിയുള്ള ബാക്കി വരുന്ന സെമിലൂണാർ വാൽവ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ആ വെൻട്രിക്കിളിലെ ബ്ലഡ് എന്തു ചെയ്യും? ബാക്കിയുള്ള ആർട്ടറീസിലേക്കെല്ലാം മൂവ് ചെയ്യുമ്പോൾ ആ സെമി ലൂണാർ വാൽവ് അങ്ങ് ക്ലോസ് ചെയ്യും. സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ പ്രൊവൈഡഡ് എ സൗണ്ട് ദാറ്റ് ഈസ് ഒക്കേഴ്സ് ഇൻ ദ എൻഡ് ഓഫ് ദ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. ഓക്കെ, സോ വി ക്യാൻ it should be remembered that when the heart chambers or get relaxes, they are filled with blood, and when they contract, the blood pushes out of them. അപ്പോൾ നമുക്കറിയാം ഹാർട്ട് ചേമ്പേഴ്സ്, ഹൗ മെനി ചേമ്പേഴ്സ് ഉണ്ട് നമുക്ക്? ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. ആ 4 ചേമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും ചെയ്യും. അപ്പം ഹാർട്ട് ചേമ്പേഴ്സ് റിലാക്സ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? when they are filled with blood fill ആകുമ്പോൾ they get relaxed, and when they contract the blood pushes out from them. അല്ലെങ്കിൽ ആ ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ അവിടെ കൺട്രാക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ദ ബ്ലഡ് ഈസ് പാസസ് ഔട്ട് ഫ്രം the chamber. Okay, so both the auricle get relax and contract together. അപ്പം രണ്ട് ഓറിക്കിളും എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യും, അതേപോലെ കൺട്രാക്ട് ചെയ്തതും ഒരേ ടൈമിലായിരിക്കും. ഓക്കെ, സിമിലർലി ബോത്ത് ദ വെൻട്രിക്കിൾ റിലാക്സ് ടു ആൻഡ് റിലാക്സ് ആൻഡ് കൺട്രാക്ട് ടുഗദർ. അതേപോലെ തന്നെ വെൻട്രിക്കിൾസും എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുന്നതും ഒരേപോലെ ആയിരിക്കും. സോ ദ കൺട്രാക്ഷൻ ഓഫ് ദ ഓറിക്കിൾ ഈസ് ക്വിക്ക്ലി ഫോളോഡ് ബൈ ദ കൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. അപ്പം ആദ്യം ഓറിക്കിളായിരിക്കും എന്ത് ചെയ്യുന്നത്? കൺട്രാക്ഷൻ സംഭവിച്ച ബ്ലഡിനെ എന്തോ ചെയ്യും? വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഓറിക്കിളിൽ കൺട്രാക്ഷൻ നടന്നതിന് ശേഷം മാത്രമേ എവിടെ നടക്കത്തുള്ളൂ? വെൻട്രിക്കിളിൽ ഈ കൺട്രാക്ഷൻ നടക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഒക്കേഴ്സ് ഇൻ എ റിതമിക് പ്രോസസ് ഓർ റിതമിക് മാനർ. ഒരു താളം കാണും അല്ലേ? ഒരു റിതമിക് മാനറിലായിരിക്കും ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 1 മിനിറ്റിൽ എത്ര ടൈം നമ്മുടെ ഹൃദയം ഇടിക്കും? 72 ടൈംസ് ആണ് നമ്മുടെ ഹൃദയം ബീറ്റ് ചെയ്യുന്നത്. ഓൾസോ റിമെമ്പർ ദാറ്റ് റൈറ്റ് ഹാഫ് ഓഫ് ദ heart, that is right auricle and right ventricle, that receives deoxygenated blood. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റ് ഹാഫ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ റൈറ്റ് ഹാഫ് റൈറ്റ് വെൻട്രിക്കിളും റൈറ്റ് ഓറിക്കിളൂടെ ചേർന്നതായിരിക്കും. ആ റൈറ്റ് വെൻട്രിക്കിളും ഓറിക്കിളും എങ്ങനത്തെ ബ്ലഡ് ആയിരിക്കും? ദാറ്റ് ഹാവിങ് deoxygenated blood. ബട്ട് whereas in the left half-ലോ they having left auricle and left ventricle that receives oxygenated blood. ഓക്കെ, അവിടെ കാണുന്നത് ലെഫ്റ്റിൽ കാണുന്നത് എങ്ങനത്തെ ബ്ലഡ് ആയിരിക്കും? ദാറ്റ് ഹാവിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓർ ദ പ്യുവർ ബ്ലഡ്. ആൻഡ് ദി ബ്ലഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് നെവർ മിക്സസ് ദാറ്റ് വിത്ത് ദ ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള റൈറ്റ് ഹാഫിലുള്ള ബ്ലഡ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലെഫ്റ്റ് ഹാഫിലെ ബ്ലഡുമായിട്ട് എന്ത് ചെയ്യത്തില്ല? മിക്സ് ചെയ്യത്തില്ല. സോ ഇറ്റ് ഈസ് എ സൈമൾട്ടേനിയസ്ലി പ്രോസസ്സ്. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. പ്യൂരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്കൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? സപ്ലൈ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബ്ലഡ് സർക്കുലേഷൻ. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആ കറക്റ്റായിട്ട് അതിൻ്റെ ഫിഗേഴ്സുകളെല്ലാം തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു റീഡ് ട്വൈസ്
ഓക്കെ, 2 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ആൻഡ് ഓൾസോ യു ഗോ ത്രൂ ദ ഡയഗ്രാംസ്. ഓക്കെ, ആ ഡയഗ്രാംസിലൂടെ വേണം പോകാൻ. അപ്പം നിങ്ങൾക്ക് ഞാനിത് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നത്. സോ യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇന്ന് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണം. ഓക്കെ, ക്ലിയർ? സോ ഐ വൈൻഡ് അപ്പിംഗ്. താങ്ക് യു ഓൾ.